ഏപ്രിൽ 25 വ്യാഴാഴ്ച. ഇന്ന് തിരുസഭ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രചയിതാവായി പരമ്പരാഗതമായി സെയിൻറ്റ് മാർക്ക് അറിയപ്പെടുന്നു. ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ പ്രചാരകനായ അദ്ദേഹം അലക്സാൻഡ്രിയയിലെ സഭ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് നമുക്കറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സുവിശേഷം ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റുകളിൽ ഒന്നാണ്. വളരെ വ്യക്തമായി, നല്ല സംക്ഷിപ്തമായി, വിശുദ്ധമായി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ മർക്കോസ് വിവരിക്കുന്നു. ഈ സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയല്ല, റോമയിലെ വിജാതിയർക്ക് വേണ്ടിയാണ്. അതിനാലാണ് അദ്ദേഹം പല യഹൂദ ആചാരങ്ങളും വായനക്കാരോട് വിവരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും വിവിധ ലേഖനങ്ങളും മർക്കോസിനെയും യോഹന്നാൻ മർക്കോസിനെയും കുറിച്ച് പറയുന്നു. മർക്കോസും യോഹന്നാൻ മർക്കോസും ഒരേ വ്യക്തി തന്നെയാണെന്നാണ് പല സുവിശേഷ പണ്ഡിതരുടെയും വിശ്വാസം. അക്കാലത്ത് റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന ആധുനിക ലിബിയയിലെ സിറേനൈക്കയിലാണ് വിശുദ്ധ മാർക്ക് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജോൺ എന്നത് അവൻ്റെ യഹൂദ നാമവും മാർക്ക് എന്നത് അവൻ്റെ റോമൻ നാമവുമാണ്. മർക്കോസിൻ്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരിക്കാം. മേരി എന്നു പേരുള്ള അവൻ്റെ അമ്മ മിക്കവാറും മർക്കോസിനോടൊപ്പം ജെറുസലമിലേക്ക് താമസം മാറ്റി. ആ അമ്മയുടെ വീടാണ് അന്ത്യ അത്താഴ സമയത്തിന് ഉപയോഗിച്ചതെന്നും അതുപോലെ തന്നെ പത്രോസ് ജയിൽ വിമോചിതനായതിനു ശേഷം പോയത് ആ വീട്ടിലേക്കാണെന്നും അനുമാനിക്കുന്നു. കൗമാരപ്രായത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മർക്കോസ് സമീപത്തുണ്ടായിരുന്നിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14:51 നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു യുവാവ് ദേഹത്ത് ഒരു ലിനൻ തുണി മാത്രം ധരിച്ച് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടികൂടി, പക്ഷെ അവൻ ആ തുണി ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ഈ യുവാവ് മാർക്ക് ആണെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. മർക്കോസ് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും മിഷണറി കൂട്ടാളിയായിരുന്നു. പിൽക്കാല പാരമ്പര്യമനുസരിച്ച് മാർക്ക് ഒരു ബിഷപ്പായി നിയമിക്കപ്പെട്ടു. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാനും ആഫ്രിക്കയിലെ ആദ്യത്തെ സഭ സ്ഥാപിക്കാനും മർക്കോസിന് ഭാഗ്യമുണ്ടായി. അലക്സാൻഡ്രിയയിൽ പ്രാദേശിക ജനങ്ങളുടെ ക്രോധം നേരിട്ട മർക്കോസ് ഏതാണ്ട് 20 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം രക്തസാക്ഷിയായി മരണമടഞ്ഞു. വിശുദ്ധ മർക്കോസിൻ്റെ ചിഹ്നം ചിറകുള്ള സിംഹമാണ്. സുവിശേഷകർക്കിടയിൽ മർക്കോസ് ഒരു സിംഹമായി ചിത്രീകരിക്കപ്പെടുന്നു. കാരണം ധൈര്യവും രാജവാഴ്ചയുമുള്ളൊരു വ്യക്തിയായിരുന്നു മർക്കോസ്. ചില ക്രിസ്ത്യൻ ഇതിഹാസങ്ങൾ മർക്കോസിനെ സെയിൻറ്റ് മാർക്ക് ദ ലയൺ ഹാർട്ടഡ് എന്ന് വിളിക്കുന്നു. മർക്കോസിനെ കൊല്ലാനായി സിംഹങ്ങളുടെ അടുത്തേക്ക് എറിഞ്ഞെങ്കിലും അവ അദ്ദേഹത്തെ ആക്രമിക്കാനോ ഭക്ഷിക്കാനോ വിസമ്മതിച്ചു. പകരം സിംഹങ്ങൾ അവൻ്റെ കാൽക്കൽ കിടന്നു.
അവൻ അവരെ ലാളിച്ചു. ഇത് കണ്ട റോമാക്കാർ അവനെ വിട്ടയച്ചു എന്നാണ് ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനുഷ്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക. തൻ്റെ ദൗത്യത്തെ ഭയന്ന് ജീവിതം ആരംഭിച്ച മർക്കോസ് പിന്നീട് ബർണബാസിനെയും പൗലോസിനെയും അവരുടെ മിഷണറി യാത്രയിൽ അനുയാത്ര ചെയ്തെങ്കിലും പിന്നീട് അവരെ ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം തൻ്റെ ദൗത്യത്തിലേക്ക് തിരിച്ചു വന്നു. ഒടുവിൽ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിധികളിലൊന്ന് നമുക്ക് തൻ്റെ സുവിശേഷ രചനയിലൂടെ സമ്മാനിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പരാജയത്തിൽ പശ്ചാത്താപം തോന്നുമെങ്കിൽ, അല്ലെങ്കിൽ നിരാശ തോന്നുമെങ്കിൽ, വിശുദ്ധ മർക്കോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് പരാജയങ്ങളെ പരിഹരിച്ച് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് പുനർനിർമ്മിക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുമെന്നും അറിയുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.